ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനറലി ഒരുപാട് അഡൾട്ട്സ് അല്ലെങ്കിൽ പേരൻസ് ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ബൈ ദി ഇയർ എൻഡ് ഞാൻ എങ്ങനെയാണ് എൻ്റെ വരുന്ന വർഷം എങ്ങനെയാണ് നന്നായിട്ട് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാം, എന്തൊക്കെയാണ് ഞാൻ ചേഞ്ചസ് വരുത്തേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനുമായിട്ടാണ് ആൾക്കാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ലാസ്റ്റ് ഇയർ ഞാൻ അവരുടെ ഒപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് വരുന്ന വർഷം എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാം എന്ന് ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വർഷം എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാം എന്നുള്ള രീതിയിൽ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അറിഞ്ഞതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇതിലെന്തെങ്കിലും അവർക്കും ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു വന്നപ്പം അവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതുപോലെയൊന്നും പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല. ജനറലി ഇപ്പം ലീവ് സമയമാണ്, അവർ കളിക്കട്ടെ, അതൊക്കെ ശരിയാണ്, അതൊക്കെ അങ്ങനെയാണ് ജനറലി പേരൻസ് തിങ്ക് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും ട്രൈ ചെയ്യുന്നത് നന്നായിട്ടിരിക്കുമെന്ന് തോന്നി. സോ ഇന്ന് ഞാൻ ആ പേരൻറ്റുമായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു 7 years ആൻഡ് അബവ് ഉള്ള കുട്ടികളാണെങ്കിൽ, തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ അവർ ഇരുന്ന് തരണം എന്നില്ല. ഒരു 7 and above ഏജുള്ള കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വർഷം എൻ്റെ ആയല്ലോ, ജസ്റ്റ് ഫ്യൂ മോർ ഡേയ്സ്, അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതായിരിക്കും. പക്ഷേ കുട്ടികൾ അവെയറാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ചും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഒക്കെ മുതിർന്നവർ സംസാരിക്കുന്നത് കേട്ടിട്ടോ ഇല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് സംസാരിക്കുന്നത് കേട്ടിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഈ സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ഫ്രൂട്ട്ഫുൾ 2025 നെക്സ്റ്റ് ന്യൂ ഇയർ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. എനി വിച്ച് വേസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഗുഡ്. ബട്ട് അവർക്ക് കുറച്ചും കൂടി ഒരു ഡിസിപ്ലിനും ഒരു പ്ലാനിങ്ങും ലുക്കിംഗ് ഇൻ എ പോസിറ്റീവ് വേ എന്ന് പറയാം. പുതിയ വർഷത്തിന് അവരെങ്ങനെ ഒരു പോസിറ്റീവായി കാണാം എന്നുള്ളൊരു പാത്ത് വേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളെങ്ങനെയാണോ അഡൾട്ട്സ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ ഗോൾ സെറ്റിംഗ് ജനറലി നമ്മൾ വരുന്ന വർഷത്തിൽ എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ടല്ലോ, ഒരു ഐഡിയ. അത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ സിമ്പിൾ ആൻഡ് സ്മാർട്ടായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാറുണ്ട്. പലവരും വെറുതെ അതിനത്രയും സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ജാനുവരി 10-15 ആകുമ്പോഴത്തേക്ക് ആ ഗോൾസ് അങ്ങോട്ട് കൊഴിഞ്ഞു പോവുക ചെയ്യാറ്. സോ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ തുടങ്ങണം. ഇപ്പോൾ ഒരു 7 years ഒക്കെ ആണെങ്കിൽ കുട്ടികളിൽ വായനാശീലം വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ സെറ്റിംഗ് ആണ് ഈ വർഷം. നമ്മൾ ബിഗിനിങ് ഓഫ് 2025 ജാനുവരി മുതൽ 31st December 2025 വരയ്ക്കും 5 ബുക്ക് നമ്മൾ വായിക്കുമായിരിക്കും. 5 സ്റ്റോറി ബുക്സ് വായിക്കാം എന്നൊരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. സോ 5 ബുക്സ് നമ്മൾ വായിക്കുമെന്ന് ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെയായിരിക്കും ആ ബുക്ക്, ഡെയിലി എത്രയൊക്കെയായിരിക്കും നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത്. ഇപ്പം ഉറങ്ങാൻ പോണേനേക്കാളും മുന്നേ ആണോ, അല്ലെങ്കിൽ രാവിലെ ആണോ, അല്ലെ അതിനായിട്ടൊരു സമയം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണോ, അങ്ങനെ നമ്മൾ അവരെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് മാത്രമാണ് ഞാൻ ഈ വായനാശീലത്തിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഗോൾസായിട്ട് കുട്ടികൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു എന്ന് വെച്ചാൽ ഡെയിലി ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 pages 3 pages എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്തിട്ട് എപ്പോഴാണ് അവർ അച്ചീവ് ചെയ്യുന്നത്, they go by what they have planned, അതിന് നിങ്ങളുടേതായ രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാം, ഇല്ലെങ്കിൽ അതിനെ ഡോക്യുമെൻറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ട് എത്രത്തോളം കൂടുതൽ നമ്മൾ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഗെയിം രീതിയിൽ നമുക്ക് അവരെ ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും.
സോ നോട്ട് ജസ്റ്റ് ദാറ്റ്, നമ്മൾക്ക് എൻഡ് ഓഫ് ദി ഡേ ഒരു റീഡിങ് ഹാബിറ്റ് കുട്ടികളിൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബുക്സ് ആയിരിക്കണം നിങ്ങൾ അവർക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് ഏരിയയും കൂടി നോക്കണം. അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അവരുടെ ഒരു ഗോൾ സെറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ലൈഫായിട്ട് അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. പൊതുവേ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ഓഫ് ഗാഡ്ജറ്റ്സ് ആൻഡ് ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അവർക്കെല്ലാം ഈസി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് മിക്ക കുട്ടികൾക്കും അതിൻ്റെ ഒരു വാല്യൂ അറിയില്ല. ഇപ്പം നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ് വാട്ട് ആർ യു താങ്ക്ഫുൾ ഫോർ എന്നൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാൻ ഒരു ആൻസറും ഇല്ല. ബിക്കോസ് പ്രിവിലേജിൽ ജീവിക്കുന്നതാണ് മോസ്റ്റ് ഓഫ് ദം. അവർക്ക് ഓരോ ഡേയിൻ്റെ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, ഒരു നല്ലൊരു ഫ്രണ്ട് കിട്ടുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, അച്ഛൻ അവർക്ക് തരുന്ന സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, ഗ്രാൻഡ് പേരൻസ് അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, ഇതൊന്നും അവർക്ക് വാല്യൂ ചെയ്യാൻ അറിയില്ല. സോ നമ്മൾ ഇതൊരു ചെറിയൊരു രീതിയിൽ അവരിപ്പം 7 years ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അവരുടെ ഒപ്പം ഇരുന്ന് ചെയ്യാൻ നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോഴാണ് അവരുടെ ബ്ലെസ്സിങ്സിനെ അവർ കൗണ്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നത്. ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്തോരം എനിക്ക് ഹെൽപ്ഫുൾ ആണ്, ഇല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് ഒരു 7 years മുതലേ കുട്ടികൾക്ക് അറിയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോഴാണ് അവർ റിലേഷൻഷിപ്സിന് വാല്യൂ കൊടുക്കുന്നത്, നിങ്ങളുടെ സമയത്തിന് വാല്യൂ കൊടുക്കുന്നത്, പിന്നെ അവർക്ക് അവരുടെ ലൈഫിനെ തന്നെ ഒരുപാട് ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്നതുമാണ്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് അവർക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നെസ്. വേറൊരാളെ ഹെൽപ്പ് എന്തുകൊണ്ട് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു കുറച്ച് മുന്നേയുള്ള ജനറേഷനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് സ്കൂളുകളിൽ അതിന് പ്രത്യേകിച്ച് കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഈ എറ്റിക്കറ്റ് ക്ലാസ്സസ് ആയിക്കോട്ടെ, മോറൽ സയൻസ് ആയിക്കോട്ടെ, അതുപോലത്തെ ഉള്ള ഉണ്ടാകുമ്പം പല റോൾ പ്ലേസ് ത്രൂവും പല സ്റ്റോറീസ് ത്രൂവും നമുക്ക് ഈ കൈൻഡ്നെസ്സിനെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളത് മേ ബി ഫ്രം ദ ടൈം ദേ ആർ ഇൻ grade 3-4 ആകുമ്പോഴത്തേക്ക് അവരുടെ പ്രിപ്പറേഷൻ മൊത്തം നീറ്റും IIT-യും ആയിട്ട് പോകുന്ന കൊണ്ടായിരിക്കാം കൈൻഡ്നെസ് ഇപ്പം പൊതുവേ ഒരു ഡിപ്പിലാണ് കാണുന്നത്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നെസ്, അതിൽ കിട്ടുന്ന നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്, ദോ യു കനോട്ട് സീ ഇറ്റ്, ദ ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ഓഫ് ഹെൽപ്പിംഗ് സമ്വൺ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യു ക്യാൻ ബി എൻ എക്സാമ്പിൾ. നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം. കൈൻഡ് ആയിരുന്നാൽ എന്താണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്? സംതിങ് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യമാണ്, പക്ഷേ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു സന്തോഷത്തിന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. യു ആസ്ക് ദം ടു ഹെൽപ്പ് സംവൺ ഹു ഈസ് ഇൻ നീഡ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെ ആയിരിക്കും. സോ യു ഹാവ് ടു സിറ്റ് വിത്ത് ദം. മേ ബി സമയമില്ലാത്ത ആൾക്കാരാണ്, അത്രയും തിരക്കിലിരിക്കുന്ന ആൾക്കാരാണ്, ഇതൊന്നും ലൈവായി കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഓൾവേസ് ഷോ ദം ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ത്രൂ സ്റ്റോറീസ് ആവാം, മൂവീസ് ആവാം, ഇതുപോലത്തെ കാര്യങ്ങൾ, ക്ലിപ്പിങ്സ് ആവാം. ഇതൊക്കെ കാണിച്ചിട്ട് അവർക്ക് ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്സിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ചാലഞ്ച് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പം നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും, നമ്മളതിന് പാതി വഴി വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പം വെൻ യു ആർ സെറ്റിംഗ് ഓൾ ദീസ് തിങ്സ് റൈറ്റ്, ഐ ജസ്റ്റ് കെയിം ടു മൈ മൈൻഡ്, നമ്മുടെ ചെസ് ചാമ്പ്യൻ്റെ അച്ഛൻ, ഗുകേഷിൻ്റെ അച്ഛൻ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എപ്പോഴൊക്കെ അവർ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഗുകേഷ് ഇപ്പോഴും ഈസ് ജസ്റ്റ് 18, പക്ഷേ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ അവന് തോന്നുക ഞാൻ ഇത് വിൻ ചെയ്യില്ലെന്ന്, അപ്പം വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടുണ്ടായിരുന്ന കുട്ടിക്ക് യു പ്രൊസീഡ്, യു വിൽ സീ വിക്ടറി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം വിഡ്രോയിങ് ഫ്രം സംതിങ് ഇസ് നോട്ട് റൈറ്റ്. നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം, ഡോണ്ട് ഗിവ് അപ്പ് എന്നൊരു കാര്യം കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പം നെക്സ്റ്റ് ഇയർ അവർ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് എന്തൊരു പ്രശ്നത്തിന് എൻകൗണ്ടർ ചെയ്താലും അതിൻ്റെ എൻഡിൽ ഇഫ് യു പുട്ട് എഫേർട്ട്, ഇഫ് യു ട്രൈ, യു വിൽ ഫുൾഫിൽ ഇറ്റ്, യു വിൽ റീച്ച് ദെയർ എന്നുള്ളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ നോക്കണം. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് one of the most important point ആണ് the importance of health.
ആൻഡ് വാല്യൂയിങ് ദിയർ ബോഡി. അവരുടെ ഒരു ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, ഈച്ച് പാർട്ട് ഓഫ് ദ ബോഡി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം പേരൻസ് പറയുന്നത് കുട്ടികൾ വെള്ളം കുടിക്കുന്നില്ല, വെജിറ്റബിൾസ് കഴിക്കുന്നില്ല, ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട അത്യാവശ്യമുണ്ട്. വൈ ഡോണ്ട് യു ആഡ് ദാറ്റ് ഓൾസോ ആസ് എ ട്രിക്ക്, ആസ് സംതിങ് ദാറ്റ് ആ കുട്ടി അച്ചീവ് ചെയ്യേണ്ട കാര്യമായിട്ട്. മേ ബി നമുക്ക് സ്ലോലി സ്റ്റാർട്ട് ചെയ്യാം. യുനോ ഒരു ഫ്രൂട്ട് എവറി വീക്ക്. ഡെയിലി കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ കേട്ടോ, ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത, വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾ വൺസ് എ വീക്ക് കഴിക്കുക, ഇല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് കഴിക്കുക. ആ രീതിയിൽ അവരെ ഫോഴ്സ് ചെയ്യാതെ സ്ലോലി അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ ഹെൽത്തി ബോഡി, എങ്ങനെയാണോ നമ്മളിത് കഴിച്ച് കഴിഞ്ഞ ശേഷം ഹൗ ഇറ്റ് ഹെൽപ്സ് യുവർ ബോഡി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീക്ക്ലി മന്ത്ലി നമ്മൾ ഒരു ചാർട്ട് ഉണ്ടാക്കി അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി വെക്കുക. ഫോളോ ചെയ്തതിന് ശേഷം ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഒരു ഫ്രൂട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം അതിന് വേണ്ട ഒരു അപ്രിസിയേഷൻ, അതിനെ അവർ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു റിവാർഡ് സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അതും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇൻ ദ കമ്മിങ് ഇയർ എല്ലാം കൂടി അവർ അപ്ലൈ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ദേ വുഡ് ഹാവ് 2 or 3 ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേസ്. ഇല്ലെങ്കിൽ അവരത് കൺസിഡർ ചെയ്യും. മേ ബി അവർ കുറച്ചും കൂടി കൈൻഡ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം, റീഡിങ് ഹാബിറ്റ് വരാം, ഗോൾ സെറ്റിംഗ് നന്നായിട്ട് പഠിച്ചിരിക്കാം, ഇല്ലെങ്കിൽ അവരെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങാം. സോ ദർ ആർ വേരിയസ് തിങ്സ്. ടേക്ക് ഇറ്റ് വൺ അറ്റ് എ ടൈം. പക്ഷേ ഇതൊക്കെ നിങ്ങൾ കുട്ടികളുടെ ഒപ്പം ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ തന്നെയാണ് ആസ് അഡൾട്ട്സ് വി ടു നീഡ് ടു പ്രയോറിറ്റൈസ്, അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളെ കുട്ടികളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് പോകെ ആ ഡിസിപ്ലിനും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ഉള്ള കുറച്ച് കാര്യങ്ങൾ അവർ പഠിച്ചിരിക്കും. അവരത് അപ്ലൈ ചെയ്തിട്ട് ലൈഫിൽ കുറച്ചും കൂടി നന്നായിട്ട് ചലഞ്ചസിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും യൂസ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് വിത്ത് യുവർ കിഡ്സ്. യു ക്യാൻ സീ വണ്ടേഴ്സ്, ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ്. ഇതുപോലത്തെ ടോപ്പിക്സ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും ഇൻ ദ കമ്മിങ് വീഡിയോസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഇറ്റ്. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. Thank you so much for joining in and wish you all a very happy new year.